ആദിലയും അനീഷിനെയും കൂടെ ജയിലിലിട്ടതിൻ്റെ പിന്നിൽ ഒരു സംഗതിയുണ്ട്. ആർക്കും മനസ്സിലാവാത്തൊരു സ്ട്രാറ്റജിയാണത്. അനുമോളെയും അനീഷിനെയും കൂടെ ജയിലിലിട്ടതിൻ്റെ പിറകെയാണ് അനുമോളെടുത്ത് ഒത്തിരി രീതിയിൽ കോംപ്രമൈസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയോടുകൂടി അനീഷ് അനുമോളെ നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ തീർത്തും ഇതിപ്പം ആദിലേക്ക് ഹൗസ് മേറ്റ്സ് ഒക്കെ എഗൻസ്റ്റ് ആണ്, മാത്രമല്ല പുറത്തും ഭയങ്കര നെഗറ്റീവ്സ് ആണ്. അതൊന്ന് പോസിറ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അനീഷിൻ്റെ ഒപ്പം കൊണ്ടിട്ട്. ആൻഡ് ഒരു കാര്യം അനീഷ് എപ്പോഴും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ നാട്ടിലേക്ക് ഞാൻ ആരെയും കൊണ്ടുപോകത്തില്ല, എൻ്റെ നാട്ടിലേക്ക് ആരും വരണ്ട, എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട എന്നൊരു കർശന വിലക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഷോയ്ക്ക് ശേഷം പുള്ളിക്കാരൻ ഇവരുടെയൊക്കെ ഒരു ഇതിലേക്ക് വരത്തില്ല. ഈ അടുത്ത് ഞാൻ ആര്യ ബഡായിയുടെ വിവാഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിരുന്നു. അതൊരു വേറെ വേൾഡാണ് കേട്ടോ. ഈ കുട്ടികളിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഏതോ ഒരു ലോകത്താണെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളവും പാട്ടും കൂത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞതൊന്നും അവർക്കൊന്നും ഓർമ്മയില്ലാത്തതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നല്ലൊരു ഫോം തന്നെയാണ്. പഴയതൊന്നും ഓർത്ത് വെച്ചിട്ട് പിണങ്ങി നടക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പോൾ ഇത് കണ്ടിട്ട് പ്രതികരിക്കുകയും ഇത് കണ്ടിട്ട് ഇവരുടെ പക്ഷം പറയുകയും ചെയ്തവർക്ക് ഒരു വാല്യൂ ഇല്ലാണ്ട് പോകും എന്നുള്ളത് വസ്തുത. ഇപ്പോൾ പുറത്ത് കിടക്കുന്നവർ കിടന്ന് ബഹളം വയ്ക്കാം എന്നതിനപ്പുറം എൻഡ് ഓഫ് ദ ഡേ ഇവരെല്ലാവരും ഒന്നാണെന്നുള്ളത് തെളിവാണ്. ഇപ്പോൾ അനീഷിനെയും ആദിലയും കൂടെ ഒന്നിച്ചതിനകത്തിട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് കുലങ്കുഷിതമായ ചർച്ച നടക്കുകയാണ്. അനീഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്നും അനീഷിൻ്റെ വീട്ടിൽ വന്നിട്ട് വ്ളോഗ് എടുക്കാനും ഒക്കെയാണ് പ്ലാൻ. അപ്പം കമ്മിങ് ഡേയ്സിൽ മറ്റ് പണിക്കൊന്നും പോകാതെ തന്നെ ജീവിക്കാനുള്ള പരിപാടി അതിലെയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ വിഷയമായിരിക്കും നൂറ പിണങ്ങാതിരിക്കുക എന്നുള്ളത്. നൂറ കുറച്ചുകൂടെയൊക്കെ ദിവസം നിൽക്കുകയാണെങ്കിൽ ആദിലയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് മനസ്സിലാവുകയും പിണങ്ങി മാറാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആദില എന്ന സ്ത്രീയുടെ എനിക്ക് തീർത്തും വെറുപ്പ് മാത്രമാണ്. അതിൻ്റെ മറ്റൊരു റീസൺ അല്ല കേട്ടോ. ഈ നിങ്ങൾ വിചാരിക്കുന്ന ട്രാൻസിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഈ ലെസ്ബിയൻ കപ്പിളിനെ അംഗീകരിക്കാത്ത അതൊന്നുമല്ല. ഞാൻ ഇതൊക്കെ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്, അവർ മനസ്സിലാകും. പക്ഷേ നമ്മളൊരു ഫാമിലിയെ നശിപ്പിച്ചുകൊണ്ടല്ല നമ്മളൊരു പാർട്ട്ണറെ തേടേണ്ടത്. അവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആ അമ്മ ഒരുപാട് കരയുന്നുണ്ട്, അച്ഛൻ ഒരുപാട് അപമാനിതനായി നിൽക്കുന്നുണ്ട്, അവളുടെ അനിയത്തി കുട്ടികൾക്ക് അനിയന്മാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഒരു ഇതുവഴി വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയധികം ഫെയിമായി നിൽക്കണമെന്നും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഈ ആട്ടവും കൂത്തും ഒക്കെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ 2 പേര്, ആ കുടുംബത്തിലെ എത്രയോ പേര് അവരുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷന് പോലും ഇറങ്ങാൻ പറ്റാത്ത തക്കവണ്ണമാക്കിയിട്ടാണ് നിൽക്കുന്നത്. അതൊരു സെൽഫിഷ് തോട്ട് അല്ലേ? അത്തരം സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ളവരെയൊക്കെ അനുകൂലിക്കാൻ എനിക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. വാസ്തവത്തിൽ അനീഷ് വീട്ടിൽ കയറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അനീഷ് ഒന്നും കൂടെ ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പിണക്കം മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അനീഷ് വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന്. അപ്പോൾ ഇവരെ വീട്ടിൽ കയറ്റുന്നത് കയറ്റാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അനീഷ് ആയിരുന്നാലും ആരായിരുന്നാലും ഒരാളെ വീട്ടിൽ കയറ്റില്ലെന്ന് കട്ടാറായിട്ട് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണ്. ലക്ഷ്മി ആ പറഞ്ഞതിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് അക്ബറിൻ്റെ അമ്മയാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അക്ബറിൻ്റെ അമ്മയെ വെളുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യം ഇവർക്കുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും അവരുടെ കാര്യം പുറത്തേക്ക് വരത്തില്ല. ആരുടെയും നാക്കിൽ അക്ബറിൻ്റെ അമ്മയ്ക്കും എഗൻസ്റ്റ് ആയിട്ട് ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. ഏതായാലും ഈ ജയിൽ ടാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആദിലയെ കൂടുതൽ അനീഷിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അനുവിനെയും പിന്നെ ജിഷേലിനെയും ഒന്നിച്ചിട്ടിരുന്നല്ലോ, എന്നിട്ട് അവരെടുത്തോ? ഇല്ല. ശത്രുത എപ്പോഴും ശത്രുതയായിട്ട് നിൽക്കും. ഇപ്പോൾ എന്തോ ജിഷേലും പിന്നെ അനുവുമായിട്ട് അത്ര ഫൈറ്റ് ഒന്നും കാണുന്നില്ല. പക്ഷെ അനീഷും ആദിലയുമായിട്ടുള്ള ഫൈറ്റ് തീരാൻ ബിഗ് ബോസ് ചെയ്യേണ്ടത് നൂറെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. നൂറെ നിങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദില അനീഷും തമ്മിലുള്ള എല്ലാ ഫൈറ്റും തീരും. ആദിലയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം നൂറയുമായി അടുക്കുന്ന ഏത് വ്യക്തിയുമായിട്ടാണ്. നൂറ ആരടുത്ത് പോയി അടുത്ത് നോക്ക്, അവരുമായിട്ട് അവൾ ബഹളം ഉണ്ടാക്കും. അത് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ചലഞ്ചാണ്. വേറൊരാളുമായിട്ട് നൂറ അടുക്കുന്നത് കണ്ടാൽ അപ്പം തുടങ്ങും ആദിലയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞൊരു സെൽഫിഷാണ് ആ കുട്ടി. സെൽഫിഷ് ഒരു ക്രിമിനൽ. അതിനപ്പുറം ആ കുട്ടിക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ താല്പര്യമില്ല. സോ കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എനിവേ, എന്തായാലും നമുക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം, എന്ത് നടക്കുമെന്ന് കാണാം. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ രണ്ടും കൂടെ ഉറങ്ങുമല്ലോ, അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. എന്തായാലും ഇവരെല്ലാവരും അവിടെ പോയിരിക്കുമ്പം അനുമോൾ അതിനകത്ത് വെച്ചിട്ടൊരു വഴക്ക് പറയുന്നുണ്ട്. ഹെയർ ഇടുന്ന ഒരു വിഷയം പറഞ്ഞ് തർക്കമുണ്ടാകുന്നുണ്ട് അനീഷ്. അതായത് ജ്യൂസിൻ്റെ കാര്യത്തിൽ, ജ്യൂസ് ഫാക്ടറിയിൽ അനുമോൾ എടുത്ത ഡിസിഷൻ, ആ വിഷയത്തിൽ ഞാൻ അനുമോൾക്കൊപ്പമാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ഇതുണ്ടാകണം. ഒരു ചെറിയ മുടി ഒരു ബോട്ടിൽ കണ്ടാൽ ബാക്കിയുള്ളതിലും അതിൻ്റെ അംശമുണ്ട് എന്നാണ് അർത്ഥം. ഒരു പക്ഷേ ബിഗ് ബോസ് വരുമ്പോൾ എപ്പിസോഡിൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ
മോഹൻലാൽ വരുമ്പോൾ ഈ മുടി ഇട്ടത് ആദിലയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഒന്ന് റിവീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്ത് കോംപ്രമൈസ് ഉണ്ടായാലും എപ്പിസോഡ് അത് കുളമാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെയും സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എപ്പിസോഡ് എൻഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.